ഇവിടെയും കൂടി ഒരു വേണം. താങ്ക് യു. വെൽക്കം. കാർത്തിക, സർ. ഒന്നിങ്ങോട്ട് വരൂ. ആ, ഇരിക്കി. കാർത്തിക, ആ പോയതല്ലേ ജോൺ സാമുവലിൻ്റെ മോള്? അതെ സർ. കാർത്തിക ബാങ്കിങ് ഇതുവരെ പഠിച്ചില്ലേ? ആ കുട്ടി ഫിക്സഡ് ഡെപ്പോസിറ്റ് മുഴുവൻ പിൻവലിച്ചു. എന്തിനാന്ന് ചോദിച്ചില്ലേ? അത് സാമുവൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയായതുകൊണ്ടാണ് ഞാൻ. ആരായാലും ശരി, ബാങ്കിലിട്ട് രൂപ തിരിച്ചു കൊടുക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ലോൺ എടുപ്പിക്കാൻ നോക്കണം. എന്നാലല്ലേ കാർത്തിക ബാങ്കിന് ലാഭമുള്ളൂ. സോറി സർ. ഡോണ്ട് വറി, ഐ വിൽ മാനേജ് ഇറ്റ്. താങ്ക് യു സർ. I'm home. ശ്രുതി, കളിക്കാൻ പോണ്ടേ? ആ, ഇവിടെ ഉണ്ടോ? എന്തു പറ്റി? ചെറിയൊരു തലവേദന. ആഹാ, നോക്കട്ടെ. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഡോക്ടർ തന്നെ പോയിട്ടോ. ഓക്കെ ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ അഭിലാഷ്, ക്യാപിറ്റൽ ബാങ്കിൽ നിന്നാ. ആ, പറയൂ പറയൂ. നിങ്ങൾ ഈ ഡോക്ടർമാർ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശമാണല്ലോ. എന്തു പറ്റി? ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ എന്തിനാ ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊട്ടിച്ചത്? ഇതിപ്പോ എത്ര പലിശ പോയേ? ആ FD ലോൺ എടുത്താൽ മതിയായിരുന്നല്ലോ. അല്ല, ആള് മാറിയില്ലെന്ന് ഉറപ്പാണോ? പിന്നെ ഡോക്ടറുടെ വൈഫ് 5 ലക്ഷം എടുത്തില്ലേ? ആ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്തിനാ പെട്ടെന്ന് അത്രയും ക്യാഷ്? അതൊരു കാർ മേടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. എന്റെ ഡോക്ടറെ, അതിന് ലോൺ എടുക്കല്ലേ ലാഭം? ഞങ്ങളിപ്പോ കാർ ലോണിന് പുതിയൊരു സ്കീം തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ റേറ്റാ. ഞാനേ സാറേ ഒന്നൊന്ന് ആലോചിച്ചിട്ട് ഞാൻ വിളിക്കാവേ. ഓക്കെ, അങ്ങനെ മതി. ശരി, ഓക്കെ. താങ്ക് യു.